ഡൽഹിയിലെ ഭീകരാക്രമണം നടത്തിയ ഭീകരവാദികളുടെ ലക്ഷ്യം ശരിക്കും 32 34 കാറുകളായിരുന്നില്ല. അത്രയും സ്ഫോടനം നടത്താനായിരുന്നില്ല ഇവർ ലക്ഷ്യം വെച്ചിരുന്നത് എന്നുള്ളതിൻ്റെ വിശദമായ വിവരങ്ങൾ, അതിൻ്റെ അപ്ഡേറ്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ദേശീയ മാധ്യമങ്ങളടക്കം ഇതിനെ പറ്റിയിട്ട് കൃത്യവും വ്യക്തവുമായിട്ടുള്ള റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇവർ ഏതാണ്ട് 200-ലേറെ സ്ഫോടനങ്ങൾ ഇന്ത്യയിലാകെ പ്ലാൻ ചെയ്തിരുന്നതായിട്ടാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും ഡൽഹി, ഗുരുഗ്രാം, ഫരീദാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇവർ സ്ഫോടന പരമ്പരകൾ പ്ലാൻ ചെയ്തിരുന്നത് എന്നുള്ളതാണ്. പലരെയും ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയിരുന്നതായും ഈ ഭീകര സംഘങ്ങൾക്കുള്ളിൽ തന്നെ ചേരിതിരിവുണ്ടായിരുന്നതായും ഇവർ തമ്മിലടിച്ചിരുന്നതായും ഒക്കെ തന്നെയുള്ള വിവരങ്ങൾ കൂടി അന്വേഷണ സംഘം പുറത്തേക്ക് വിടുന്നുണ്ട്. അതായത് ഈ പറയുന്ന അറസ്റ്റിലായതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ഭീകരർ അറസ്റ്റിലാകുമ്പോൾ ഇവർ ഏതാണ്ട് 26 ലക്ഷം രൂപ സമാഹരിച്ചിരുന്നു. ഇവരുടെ കൈവശം അത്രയും തുകയുണ്ടായിരുന്നു. പല രീതിയിൽ ഇവർ സംഘടിപ്പിച്ചതായിരുന്നു ഈ പണം എന്ന് പറയുന്നത്. ഇത് ഈ പറയുന്ന റഷ്യയിൽ നിന്നുള്ള സ്ഫോടക വസ്തുക്കൾ, റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ ഇവയൊക്കെ സംഘം ശേഖരിച്ചതായിട്ടും പറയുന്നുണ്ട്. അതായത് അന്വേഷണ ഏജൻസികൾ NIA അടക്കമുള്ളവർ കണ്ടെത്തുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമായിരുന്നു ഇവരുടെ പദ്ധതി എന്ന് പറയുന്നത്. മുംബൈ ഭീകരാക്രമണം എപ്രകാരം നടപ്പിലാക്കിയോ അതിന് സമാനമായി കൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ഇവർ ലക്ഷ്യം വെച്ചിരുന്നതായിട്ട് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഉമർ നബി എന്ന് പറയുന്ന ഭീകരൻ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആശയങ്ങളെ പിന്തുടരുന്ന ആളായിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ, ISIS എന്ന് പറയുന്നത്. ഇതിനകത്താണ് ഏറ്റവും ക്രൂരമായിട്ടുള്ളവരെ പണ്ട് അൽ-ഖ്വയ്ദ വിശേഷിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ISIS എന്ന് പറയുന്നത് അതിക്രൂരന്മാരാണ് എന്നുള്ളതാണ്. അതാണ് വിശേഷിപ്പിച്ചത് അൽ-ഖ്വയ്ദ വിശേഷിപ്പിക്കുകയാണ് ISIS എന്ന് പറയുന്നത് ക്രൂരന്മാരാണെന്ന്. അൽ-ഖ്വയ്ദ തന്നെ ഒരു ക്രൂര സംഘടനയാണ്. മനുഷ്യത്വം എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഭീകര സംഘടനയാണ്. അത് അങ്ങനെയാണെന്നിരിക്കെ അവർ പറയുകയാണ് IS എന്ന് പറഞ്ഞാൽ ക്രൂരന്മാരാണെങ്കിൽ ഈ ISൻ്റെ ക്രൂരത എത്രത്തോളം ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത കാര്യമാണെന്നുള്ളത്. അപ്പോൾ ഉമർ നബി എന്ന് പറയുന്ന ആൾ ISISൻ്റെ ഭീകര പ്രവർത്തനങ്ങളിലും അവരുടെ ആശയങ്ങളിലുമാണ് വിശ്വസിച്ചിരുന്നതെന്നും ബാക്കിയുള്ളവർ, മറ്റുള്ള ആൾക്കാർ, ഈ പറയുന്ന ഷഹീൻ അടക്കമുള്ള വനിതാ ഡോക്ടറായിട്ടുള്ളവരടക്കമുള്ളവർ വിശ്വസിച്ചിരുന്നത് അൽ-ഖ്വയ്ദയിൽ ആണെന്നും അൽ-ഖ്വയ്ദ അതുപോലുള്ള സംഘടനകളിലാണ് എന്നുള്ളതുമാണ്, അവരുടെ ആശയ പ്രചരണത്തിലാണ് ഇവർ വിശ്വസിച്ചിരുന്നതെന്നുമൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ സംഘങ്ങൾക്കുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതായാണ് പറയപ്പെടുന്നത്. ഈ പറയുന്ന ഷഹീൻ ഷാഹിദിൻ്റെ ബന്ധങ്ങളെന്ന് ഉപയോഗിച്ചാണ് മുഹമ്മദ് മുഹസിൽ 5 ലക്ഷം രൂപ നൽകി ഒരു AK-47 വാങ്ങിയത് എന്നും പറയപ്പെടുന്നുണ്ട്. ആ AK-47 ആണ് ഈ പറയുന്ന ഡോക്ടറുടെ ഹോസ്പിറ്റലിനകത്ത് നിന്ന് പിടിക്കപ്പെട്ടത്. ഈ ഷഹീൻ്റെ കാറിൽ ഒരു AK-47 സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ടുവന്ന് ഇവരൊരു കുറ്റിക്കാട്ടിൽ കളയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ വലിയ രീതിയിലുള്ള നെറ്റ്വർക്കിംഗ് ഇവർ നടത്തിക്കൊണ്ട് ആയുധങ്ങൾ ശേഖരിച്ചിരുന്നു. AK-47 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാരക ശേഷി എത്രത്തോളമാണെന്ന് അറിയണം. ഒരു തവണ ട്രിഗർ ചെയ്ത് കഴിയുമ്പോൾ ഏതാണ്ട് 32 ബുള്ളറ്റുകൾ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ചീറിപ്പായും. എത്ര പേരെ ഒരു മിനിറ്റോ 1-2 മിനിറ്റുകളിൽ തന്നെ 100 കണക്കിന് പേരെ കൊല്ലാൻ കഴിയുന്ന ഒരു തിയേറ്ററിലോ ഒരു ബസ് സ്റ്റേഷനിലോ ഒരു റെയിൽവേ സ്റ്റേഷനിലോ ചെന്നിട്ട് 100 കണക്കിന് ആൾക്കാരെ ഈ പറയുന്ന മുംബൈ മോഡലിൽ ആക്രമിച്ച് കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ ഇത്രയും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിയത് എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഈ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡീപ്പ് ഫ്രീസറുകളും ഇവർ വാങ്ങിയിട്ടുണ്ട്. ഡീപ്പ് ഫ്രീസറുകൾ, ആ ഫ്രീസറുകൾക്കുള്ളിലാണ് ഈ സ്ഫോടനം നടത്താൻ വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ കൊണ്ടുവന്ന് സൂക്ഷിച്ചതിൻ്റെ അതിൻ്റെ രാസവസ്തുക്കളെല്ലാം തന്നെ പൊട്ടിത്തെറിക്കാതെ സൂക്ഷിച്ച് വെച്ചിരുന്നത് ഈ ഡീപ്പ് ഫ്രീസറുകളിലാണ് എന്ന് പറയുന്നു. ആയുധവും വെടിക്കോപ്പുകളും വാങ്ങുന്നതിനായി പല രീതിയിൽ ഇവർ പണം സമാഹരിക്കാൻ വേണ്ടിയിട്ടും ഉള്ള ശ്രമം നടത്തിയിരുന്നു. അതിനു വേണ്ടിയിട്ട് ഷഹീൻ ഒരു നെറ്റ്വർക്കിംഗ് ഉപയോഗിച്ചിരുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണ സംഘം. അത്തരത്തിൽ ഭീകരവാദത്തിന് സാധാരണഗതിയിൽ എങ്ങും നമ്മൾ കാണാത്ത ഒരു ആധുനിക സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്നാൽ ഏറ്റവും മാരകമായ രീതിയിൽ ആൾക്കാരെ കൊല്ലുന്ന രീതിയിലേക്ക് ഇവർ മികച്ച ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സംഘടന, ഇല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കിയിരിക്കുന്നു. ആ നെറ്റ്വർക്കിങ്ങിൽ കൂടെയാണ് ഇത്രയേറെ തുടർച്ചയായ സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ട് ആൾക്കാരെ കൊല്ലുക എന്ന് പറയുന്ന രീതിയിലേക്ക് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണ് കഴിഞ്ഞ 11 വർഷവും ഇവിടെ ഭീകരവാദികൾക്ക് സ്ഫോടനം നടത്താനാവാതെ പോയത്. മോദി സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ അത്ര പഴുതടച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിക്കുന്നത്. അതിനെ കവച്ച് വയ്ക്കുന്ന രീതിയിൽ ഇവർ ഒരു പ്രവർത്തനം നടത്തി വളരെ സൂക്ഷ്മമായി ആസൂത്രണം ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്
ഇവിടെ ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നതെന്നുള്ളത്. സാധാരണഗതിയിൽ ഭീകരവാദികളൊക്കെ അതിർത്തി കടന്നു വരുന്ന വസ്തുക്കൾ, ഈ പറയുന്ന ആയുധങ്ങളായാലും ചെറിയ സ്ഫോടന വസ്തുക്കളായാലും ബോംബുകളൊക്കെ ആയാലും അവിടുന്ന് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അതിർത്തിയും നമ്മുടെ സമുദ്രാതിർത്തികളും കരയതിർത്തികളും എല്ലാം തന്നെ പൂർണ്ണമായും അടച്ചു കഴിഞ്ഞ്, പൂർണ്ണമായും സുരക്ഷിതമാക്കി കഴിഞ്ഞ് ബന്ദോബസ്തിലായതുകൊണ്ട് ഇവർക്ക് പല വസ്തുക്കളും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് വളമൊക്കെ വാങ്ങിച്ച് മെഡിക്കൽ കോളേജിൻ്റെ ലാബുകളൊക്കെ ഉപയോഗിച്ച് അതിനെ സംസ്കരിച്ച് വേർതിരിച്ചെടുത്ത് സ്ഫോടന വസ്തുക്കൾ ഉണ്ടാക്കി അതുപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ കൊല്ലുക എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് ഇവർ മാറിയിരിക്കുന്നത് വളരെ അപകടകരമായി. രാജ്യത്തിനകത്ത് തന്നെ വളം സംഘടിപ്പിച്ച് സ്ഫോടന വസ്തുക്കൾ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് അവരവരുടെ ഭീകര പ്രവർത്തനങ്ങളെ കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്ന കാര്യം. ഇവർക്കിടയിലുള്ള ഭിന്നതകൾ പലപ്പോഴും, ഈ ഭീകരർക്കിടയിലുള്ള ഭിന്നതകൾ പലപ്പോഴും മറനീക്കി വെളിയിൽ വന്നിട്ടുണ്ട്. ഈ അൽഫല ക്യാമ്പസിനകത്ത് തന്നെ ഇവർ പലപ്പോഴും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു, ഇല്ലെങ്കിൽ സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളത് പറയപ്പെടുന്നുണ്ട്. അത് അവിടുത്തെ വിദ്യാർത്ഥികളിൽ പലരും തന്നെ അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ തർക്കങ്ങൾ പരിഹരിക്കാൻ ഷഹീനാണ് ഇടപെട്ടിരുന്നത്. വനിതാ ഡോക്ടറായിട്ടുള്ള, യമ ഡോക്ടറായിട്ടുള്ള, കൊലയാളി ഡോക്ടറായിട്ടുള്ള ഈ ഭീകര സ്ത്രീയാണ് ഈ പറയുന്ന ഇവർക്കുള്ള മീഡിയേറ്ററായി, ഇവർ തമ്മിലുള്ള തർക്കങ്ങളെ പരിഹരിക്കാൻ വേണ്ടി നിൽക്കുന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവരുടെ വീട്, ഇവർക്ക് താമസിക്കാനായിട്ട് ഒരു വീട് ഇവർ സംഘടിപ്പിച്ച് നൽകുന്നു. ഒരു മതപ്രഭാഷകൻ മൗലവി ഇസ്തിയാണ് ഇവർക്ക് വീട് നൽകിയത്. പക്ഷേ ഇയാൾ പറയുന്നത് എനിക്ക് യാതൊരു അറിവുമില്ല എന്നുള്ളതാണ്. ഇതിനെ പറ്റിയിട്ട് അവർ വാടക തന്നിട്ടില്ലെന്നും ആ വാടക വാങ്ങി തരണമെന്ന് അന്വേഷണ ഏജൻസിയോടൊക്കെ ഇവർ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എത്രത്തോളം ശരിയാണ്? ഇവർക്ക് അറിവില്ലാതെയാണ്, ഈ മൗലവിക്ക് അറിവില്ലാതെയാണോ ഇവർ സാധനങ്ങൾ, ഈ പറയുന്ന സ്ഫോടന വസ്തുക്കളെല്ലാം തന്നെ അവിടെ കൊണ്ടുവച്ചതും അത് ഇത്രയും നാൾ സൂക്ഷിച്ചതും ഒക്കെ എന്നുള്ളതിൻ്റെ ഒരു ചോദ്യം കൂടി വരുന്നുണ്ട്. എന്തായാലും 1ഉം 2ഉമല്ല, 32 അല്ല, 34 200 സ്ഫോടനങ്ങൾ രാജ്യത്തിനകത്ത് പദ്ധതിയിട്ടിട്ടാണ് ഈ ഭീകരർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇവർ വൻതോതിൽ ഈ പറയുന്ന അസംസ്കൃത പദാർത്ഥങ്ങൾ വാങ്ങിച്ചിരുന്നത്. രാസപ്രവർത്തനം നടത്തി അതിനെ വേർതിരിച്ചെടുത്ത് വെടിക്കോപ്പുകളുണ്ടാക്കി, വെടിമരുന്നുകളുണ്ടാക്കി, ബോംബുകളുണ്ടാക്കി, അതിൽ ഡിറ്റനേറ്ററും ടൈമറും അടക്കം വെച്ചുകൊണ്ട് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഹൃദയങ്ങളിലെല്ലാം, ഇല്ലെങ്കിൽ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ പൊട്ടിച്ച് സാധാരണക്കാരായ, നിഷ്കളങ്കരായ, ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യരെ കൊല്ലാൻ വേണ്ടി ഇവർ പദ്ധതിയിട്ടിരുന്നത്. അതിനോടൊപ്പമാണ് റെസിൻ എന്ന് പറയുന്ന വിഷവും ഇവർ കയ്യിൽ കരുതിയിരുന്നതെന്ന് ഓർക്കണം. അത് പ്രസാദത്തിൽ കലർത്തി ഹിന്ദു മുസ്ലിം വർഗീയതയുണ്ടാക്കി അത് കലാപങ്ങളിലേക്ക് വഴിമാറ്റിച്ച്, ഇല്ലെങ്കിൽ ഹിന്ദുക്കളെ കൂട്ടത്തോടെ കൊന്നെടുക്കാനുള്ള പദ്ധതിയാണ് ഈ പറയുന്ന ഭീകരർ ഇട്ടിരുന്നത് എന്നുള്ളത് ഇവിടെ വ്യക്തമാവുകയാണ്. 200 സ്ഫോടനങ്ങൾ അവർ പദ്ധതിയിട്ടിരുന്നു. ഇപ്പോൾ അവർ പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, ഇത്ര ശക്തമായ ഒരു ഇൻ്റലിജൻസ് സംവിധാനവും ഒരു അന്വേഷണ സംവിധാനവും ഇല്ലായിരുന്നുവെങ്കിൽ ഭാരതം ഒരു ചോരക്കളമാക്കി മാറ്റിയേനെ. ഈ ജിഹാദിനോട് ഇനി സന്ധിയില്ലാതെ പൊരുതേണ്ടതാണ്. അത് ഇന്നാട്ടിലെ ഓരോ ഭാരതീയനും മനസ്സിൽ കുറിച്ചിടേണ്ട കാര്യമാണ്. സംശയം തോന്നുന്ന ഒരു ജിഹാദിയെയും വെറുതെ വിടരുത്. കൃത്യമായ അന്വേഷണ ഏജൻസികൾക്ക് അവരെ പറ്റിയുള്ള വിവരങ്ങൾ നൽകുകയാണ് വേണ്ടത്. ഇനി ഒരു ജിഹാദിയും ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്താൻ ധൈര്യപ്പെടരുത്. 200 സ്ഫോടനങ്ങളിലൂടെ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാൻ ശ്രമിച്ചവരാണ് ഈ ജിഹാദികൾ. ഇവർക്കൊരിക്കലും മാപ്പില്ല.